2026 ഫിഫ ലോകകപ്പിൽ നോക്കൌട്ടിൽ പ്രവേശിച്ച കാനറികൾ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് എതിരാളികളായിരുന്ന സ്കോട്ട്ലൻഡിനെ തകർത്താണ് ബ്രസീൽ നോക്കൌട്ടിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയർ സ്കോർ ചെയ്തു. 7-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്തുമായിരുന്നു വിനിയുടെ ഗോളുകൾ പിറന്നത്. കൂടാതെ മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയും ബ്രസീലിനായി വലകുലുക്കി. ആദ്യ ഗോൾ നേടിയതിന് പിന്നാലെ രണ്ടാമതും വിനി സ്കോട്ട്ലൻഡിന്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറി ഗോൾ നേടിയെങ്കിലും വാർ തീരുമാനം തിരിച്ചടിയായി. റിവ്യൂവിലൂടെ റഫറി ആ ഗോൾ നിഷേധിച്ചു. 1-0 എന്ന സ്കോർ ബോർഡുമായി മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങും എന്ന് കരുതിയെടുത്ത് മഞ്ഞപ്പടയുടെ രക്ഷകനായി വിനീഷ്യസ് വീണ്ടുമെത്തി. അങ്ങനെ ഇഞ്ചുറി ടൈമിലെ ഗോളിലൂടെ ആദ്യ പകുതി 2-0 അവസാനിച്ചു. മത്സരത്തിന്റെ 2-ാം പകുതിയിൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടിയാണ് സ്കോട്ട്ലൻഡ് മൈതാനത്തെത്തിയത്. എന്നാൽ ഫിനിഷിംഗിൽ വരുത്തിയ പിഴവുകൾ അവർക്ക് ഗോളുകൾ കണ്ടെത്തുന്നതിൽ തിരിച്ചടിയായി. ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മത്സരത്തിന്റെ 75-ാം മിനിറ്റിൽ അതും സംഭവിച്ചു. ആ മഞ്ഞക്കുപ്പായത്തിൽ സുൽത്താൻ കളത്തിലെത്തി. ഗോൾ ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും മൈതാനത്ത് താൻ ഉണ്ടായിരുന്ന സമയത്തിൽ ഒരു ഷോട്ട് ഉതിർക്കാനും താരത്തിനായിരുന്നു.